ഹലോ ഡിയേഴ്സ്, എല്ലാവരും ഇന്നത്തെ പോർഷനൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. സോ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കാണ്, അതായത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. തിയറി ഓഫ് പ്രൊഡക്ഷനിലേക്കും തിയറി ഓഫ് കോസ്റ്റിലേക്കുമാണ് നമ്മളിന്ന് കടക്കുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? യെസ്, ഓക്കെ. സോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രൊഡക്ഷൻ? So production is the action of making or manufacturing something from raw materials. മനസ്സിലായില്ലേ? അറിയാലോ അല്ലേ? അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് മാനുഫാക്ചർ ചെയ്യുന്നു അല്ലേ? അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്തിൽ നിന്നായിരിക്കും? അതിൻ്റെ റോ മെറ്റീരിയൽസിൽ നിന്നായിരിക്കും അല്ലേ? എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, യെസ്. സോ പ്രൊഡക്ഷൻ ഈസ് ദി action of making or manufacturing something from raw materials. Okay, yes. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതായിട്ട് ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം, നേച്ചറിലുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് എന്തെല്ലാം പെടും? എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്, ഹീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടും. ഓക്കെ, സോ ലാൻഡ് മീൻസ് ദ മെറ്റീരിയൽ ആൻഡ് ദ ഫോഴ്സസ് വിച്ച് നേച്ചർ ഗീവ്സ് ഫ്രീലി ടു മാൻ. മനസ്സിലായില്ലേ? അതായത് ഒരു മെറ്റീരിയൽ ഫോഴ്സ് ആണ് ലാൻഡ്. നമുക്കറിയാം, നേച്ചറിൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തതായിട്ട് വരുന്നത് ലേബർ എങ്ങനെയായിരിക്കാം? ലേബർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലേബർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മോണിറ്ററി ടേംസിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ? ഇത്ര ടൈം വർക്ക് ചെയ്യുന്നു, അതിന് ഇത്ര രൂപ വെച്ചായിരിക്കും. യെസ്. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ ഈസ് ലേബർ ഈസ് ഹൗ മച്ച് ടൈം എ പേഴ്സൺ ഓഫേഴ്സ് ഹിസ് ലെഷർ ബൈ ഡൂയിങ് ഫിസിക്കൽ ഓർ മെന്റൽ ടാസ്ക് ഇൻ എക്സ്ചേഞ്ച് ഓഫ് മോണിറ്ററി യൂണിറ്റ്സ്. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ സമയം ജോലി ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല അല്ലെ? അപ്പോൾ നമ്മളുടെ ആ ഒരു സമയം ഒരു ജോലിയിലേക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിന് നമ്മൾക്ക് തിരിച്ചെന്ത് കിട്ടും? യെസ്, മോണിറ്ററി ടേംസ്. അതിനനുസരിച്ചുള്ള കാശ് നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ടൈം ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നത് മോണിറ്ററി ടേംസിലുള്ള മണിയായിരിക്കും. ഓക്കെ, തേർഡ് ഇസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പെടുന്നത്? അതില് മെഷീനറീസ് വരും, ഫാക്ടറീസ്, അതുപോലെ ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ്, ബിൽഡിങ്സ്, അങ്ങനെയെല്ലാം പെടുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് എന്റർപ്രനർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ എന്റർപ്രനർ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ എന്റർപ്രനർ ആയിരിക്കും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൽ എത്ര എംപ്ലോയീസിനെ എടുക്കണം, എത്ര പേര് വേണം, എന്തൊക്കെ ചെയ്യണം, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊണ്ടുപോകുന്നത് ദിസ് എന്റർപ്രനർ ആയിരിക്കും. പിന്നെ അവരുടെ സാലറി എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ കൊടുക്കുന്നതും എല്ലാം ഇയാളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രനർ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വിൽ കം ടു പ്രൊഡക്ഷൻ ഫംഗ്ഷനും അറിയുന്നതായിരിക്കും. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ദാറ്റ് ഈസ് Q of x equal to ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അറിയാലോ അല്ലേ? യെസ്. അടുത്തതായിട്ട് നമ്മൾക്ക് ഈ പ്രൊഡക്ഷനിൽ തന്നെ ഷോർട്ട് റൺ അനാലിസിസും ഉണ്ട്, ലോങ് റൺ അനാലിസിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്, നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഷോർട്ട് റൺ ആയിട്ട് കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യും. ഈ ഷോർട്ട് റൺ അനാലിസിസ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഡിസൈഡ് ചെയ്യാനാണ് അല്ലെ? ഇപ്പൊ ഷോർട്ട് റണ്ണിൽ ഒരു കമ്പനി കൊണ്ടുപോകുന്നു. നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് തന്നെ എഴുതാന്ന് വിചാരിച്ചു. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഇപ്പോൾ എഴുതി വെക്കുവാണ്. അത് പല രീതിയിൽ നമ്മൾ നോക്കും ഏതൊക്കെ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇത്ര നാളെ കൊണ്ട് എത്ര നമുക്ക് ബഡ്ജറ്റ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പല കാര്യങ്ങൾ, പല സ്ട്രാറ്റജീസ് ഷോർട്ട് റണ്ണിൽ ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അത് ഷോർട്ട് റൺ അനാലിസിസിൽ മാത്രമേ പറ്റുള്ളൂ.
അതിൽ നിന്നും ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മുൻപോട്ട് കമ്പനി വിജയകരമായിട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ലോങ് റൺ അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഷോർട്ട് റൺ അനാലിസിസ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ്. അതിനകത്ത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ വേരി ചെയ്യാൻ പറ്റും. ഇറ്റ് വേരീസ് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് അത് ഏത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഈ ഷോർട്ട് റൺ അനാലിസിസിൽ പ്രൊഡ്യൂസർ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് ഏത് വേണം എന്നുള്ളത്. ഓക്കെ, ഈ ഷോർട്ട് റണ്ണാകട്ടെ നമ്മൾക്ക് ഫിക്സഡ് ഫാക്ടറും വരും, വേരിയബിൾ ഫാക്ടറും വരും. ഓക്കെ, ഫിക്സഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഫാക്ടർ which can't be changed or replaced in short span of time. Building, machinery, plant, furniture, etc. ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. അതങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ബിൽഡിംഗ് ആയിക്കോട്ടെ, മെഷീനറി, അതുപോലെ തന്നെ പ്ലാന്റ്, ഫർണിച്ചേഴ്സ് എക്സെട്ര. അതുപോലെ വേരിയബിൾ ഫാക്ടർ. വേരിയബിൾ ഫാക്ടർ എന്തായിരിക്കും? അതിൽ പേരിൽ തന്നെ ഉണ്ട്. യെസ്, വിച്ച് ക്യാൻ വേരീസ് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ലേബേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ലേബേഴ്സിന് എത്ര കൂട്ടണം, കുറയ്ക്കണം, എന്താ വ്യത്യാസം വരുത്തണ്ടേ, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിക്സ്ഡ് ഫാക്ടറും ഉണ്ട്, വേരിയബിൾ ഫാക്ടറും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് വരാം. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ട്, മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ട്, ആവറേജ് പ്രോഡക്റ്റ് ഉണ്ട്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് total product is that the sum total of all output produced using all input. മൊത്തമായിട്ടുള്ള പ്രോഡക്റ്റ്, സം ടോട്ടൽ ഓഫ് ഓൾ ഔട്ട്പുട്ട്, എല്ലാ ഔട്ട്പുട്ടിലെയും കൂടി ടോട്ടൽ. ആ ഔട്ട്പുട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻപുട്ട് ഉണ്ടാവണം അല്ലേ? അപ്പൊ സം ടോട്ടൽ ഓഫ് ഓൾ ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഓൾ ഇൻപുട്ട്. ഓക്കെ, അടുത്തതായിട്ട് ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ആവറേജ് എടുക്കുക അല്ലെ, അതായത് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു ഇൻപുട്ട് വെച്ച് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അത് ഡിവൈഡഡ് ബൈ ആ എത്ര യൂണിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആവറേജ് കണക്കാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആവറേജ് പ്രോഡക്റ്റ് is equal to total product by quantity of labor used. Okay, that is APL equal to TP by QL. മനസ്സിലായോ? അതായത് ആവറേജ് കണക്കാക്കുന്നത് ആ ടോട്ടൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയല്ലോ അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ QL, അതായത് ഇവിടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലേബേഴ്സ് ആണ്. ഓക്കെ, ലേബേഴ്സിന്റെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് APL equal to TP divided by QL. Okay, അടുത്തതായിട്ട് മാർജിനൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മാർജിനൽ എന്ന് പറയുമ്പോൾ അഡീഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ദി ടോട്ടൽ പ്രോഡക്റ്റ് ഡ്യൂ ടു എംപ്ലോയിങ് വൺ മോർ ഓർ ഒന്നെങ്കിൽ ഒരാളെ കൂട്ടാം അല്ലെങ്കിൽ എംപ്ലോയീസിൽ ചേഞ്ച് വരുത്താം. കൂടുതലായിട്ട് കൂട്ടിയിട്ടും ചേഞ്ച് വരുത്താം അല്ലെങ്കിൽ കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വൺ ലെസ് യൂണിറ്റ് ആക്കാം അല്ലെങ്കിൽ വൺ മോർ യൂണിറ്റ് ആക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന്റെ ഡെഫിനേഷൻ വായിക്കാം. മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് ഡ്യൂ ടു എംപ്ലോയിങ് വൺ മോർ ഓർ വൺ ലെസ് യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്, ഒന്നെങ്കിൽ മോർ അല്ലെങ്കിൽ ലെസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് MPL equal to TPN minus TPN minus 1. Okay, MPL equal to marginal productivity of labor equal to total product N units, number of units. എത്ര യൂണിറ്റ്സ് ആണുള്ളത്? TPN minus TPN minus 1. Okay, ഇതെല്ലാം നോട്ട്സ് ആക്കിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മനസ്സിലാവും. വീഡിയോ കൂടി കേട്ട് അതിന് കൂടെ നോട്ട്സും കൂടി പഠിച്ചു പോകുമ്പോൾ എളുപ്പം ഗ്രാസ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ. വെൻ മാർജിനൽ പ്രോഡക്റ്റ് ഇസ് പോസിറ്റീവ് ആൻഡ് ഇൻക്രീസിങ്, മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവും ആണ് അതേസമയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവ് ആൻഡ് ഡിക്രീസിങ് ആണെങ്കിൽ, മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവും ഡിക്രീസിങ്ങും ആണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, അത് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് റീച്ചസ് ദ മാക്സിമം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ
മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഫോളിങ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. റിലേഷൻഷിപ്പ് ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവും ആണ്, ഇൻക്രീസിംഗും ആണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിംഗ് ആണ്. മാർജിനൽ പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്, ഡിക്രീസിംഗ് ആണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. ആൻഡ് വെൻ മാർജിനൽ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആയിരിക്കും. മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഡയഗ്രാമിലുണ്ട് ടോട്ടൽ പ്രോഡക്റ്റ് ടെൻസ് ടു ഫോൾ ഡൗൺ. ഓക്കെ, നിങ്ങളൊന്ന് ഓർത്താൽ മതി. അത് കറക്റ്റ് ആയിട്ടാണ് ഒരു ഡയഗ്രാം തന്നെ ഉണ്ടല്ലോ. നമ്മൾ TP MP എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, next we'll go to the relationship between average product and marginal product. okay, ഇപ്പോൾ ഈ ഡയഗ്രാമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് when AP increases MP also increases. AP കൂടുമ്പോൾ AP ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ MPയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ AP. അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ AP ഇൻക്രീസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ MPയും ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടാണ് MP ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ AP ഇൻക്രീസസ്, MP ഓൾസോ ഇൻക്രീസസ്, ബട്ട് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ AP. ഓക്കെ, നെക്സ്റ്റ് വൺ വെൻ AP ഡിക്ലൈൻസ്. കാണാമല്ലോ നിങ്ങൾക്ക്, AP ഡിക്ലൈൻ ചെയ്യുമ്പോൾ MP ഓൾസോ ഡിക്ലൈൻസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. മനസ്സിലായല്ലോ? MPയും AP ഡിക്ലൈൻ ചെയ്യുമ്പോൾ MPയും ഡിക്ലൈൻ ചെയ്യുന്നു അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ MP cuts AP at its maximum, that is MP equal to AP. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം രണ്ടും, അതായത് MP ആണെങ്കിലും AP ആണെങ്കിലും അതിൻ്റെ മാക്സിമം പീക്കിൽ എത്തിക്കഴിയുമ്പോഴാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം MP ഈസ് ഈക്വൽ ടു AP എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ.